ചരക്ക് വാഹന മേഖലയിൽ ടാറ്റയുടെ ഏറ്റവും പുതിയ മോഡലാണ് LPT 1216. ലൈറ്റ് കൊമേഴ്സ്യൽ കാറ്റഗറിയിൽ വരുന്ന LPT 1216 12 ടൺ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് വരുന്ന വാഹനമാണ്. കേരളത്തിലെ പൈനാപ്പിൾ മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ചരക്ക് ഗതാഗതത്തിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ചിരിക്കുന്ന വാഹനവും ടാറ്റയുടെ e-ട്രക്ക് തന്നെയാണ്. GVW എന്ന് ഉദ്ദേശിക്കുന്നത് വണ്ടിയുടെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആണ്. എന്ന് വെച്ചാൽ ലോഡ് ഉൾപ്പെടെയുള്ള വണ്ടിയുടെ ഓവർലോഡ് വെയിറ്റ് വന്നത് 11,990 വരേണ്ടത്. അങ്ങനെ നമുക്ക് RC ബുക്കിൽ പെർമിറ്റ് വന്നത് 7.5 ടൺ പെർമിറ്റാണ് നമുക്ക് ഈ വണ്ടിക്ക് കിട്ടുന്നത്. 3.3 ലിറ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് വന്ന മോഡലാണ് LPT 1216 എന്നുള്ളത്. നമുക്ക് ഈ വണ്ടി കൂടുതലായിട്ട് പോകുന്നത് എക്സ്പ്രസ് ലോഡ്, നാഷണൽ പെർമിറ്റ് എന്ന ആപ്ലിക്കേഷനുകളിലേക്കാണ് ഈ വണ്ടി കൂടുതലായിട്ട് പോകുന്നത്. പൈനാപ്പിള്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, റൈസ് എന്നീ കാറ്റഗറിയിലേക്ക് കൂടുതലായിട്ട് ഈ വണ്ടി പോകുന്നുണ്ട്. പിന്നെ ഓവർലോഡ് ആപ്ലിക്കേഷനും പറ്റിയ വണ്ടി LPT 1216 ആണ്. ടാറ്റയുടെ 1216 കഴിഞ്ഞ 2024 ഡിസംബറിൽ പർച്ചേസ് ചെയ്തത്. ഇപ്പോൾ ഒരു 5 മാസമായിട്ടുണ്ട്. മെയിനായിട്ടും ബാംഗ്ലൂർ, ചെന്നൈ പൈനാപ്പിളിൻ്റെ ഓട്ടത്തിന് വേണ്ടി എടുത്തതാണ്. വണ്ടി കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. മൈലേജ് ഒരു 5.5 റേഞ്ചേ ഉള്ളൂ. പവർ കാര്യങ്ങളെല്ലാം ഉണ്ട്, കംഫർട്ടാണ്, ഓടിക്കാനൊക്കെ സുഖമാണ്. ഇതിപ്പോൾ എന്നാന്ന് വെച്ചാൽ ക്രൂസ് കൺട്രോളൊക്കെ ഉള്ള കാരണം നമുക്കൊരു കാറ് ഓടിക്കണ പോലെ തന്നെ ഓടിച്ചുകൊണ്ട് നടക്കാം. ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ സ്മൂത്താണ്. ക്യാബിൻ ഇപ്പോൾ ഉള്ളിൽ ഞാൻ ബെഡ് സെപ്പറേറ്റ് അടിച്ച കാരണം വേറെ കിടക്കണതിനോ അതിന് വേറെ വിഷയങ്ങളൊന്നുമില്ല. സസ്പെൻഷൻ കുഴപ്പമില്ല. കാലി പോകുമ്പോൾ പതുവെ ചാട്ടം അതെല്ലാം വണ്ടിക്ക് ഉള്ള പോലെ. ലോഡ് കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ വേറെ വിഷയമൊന്നുമില്ല. ഹൈഡ്രോളിക് സസ്പെൻഷൻ അല്ലേ. മെയിനായിട്ടും ഇതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ക്രൂയിസ് കൺട്രോൾ അതൊക്കെ എനിക്കിഷ്ടപ്പെട്ടത്. ഞാൻ അത്ര വലിയ പഴയകാല ഡ്രൈവറൊന്നുമല്ല. അപ്പോൾ കാർ ഓടിക്കണ ആ ഒരു സെറ്റപ്പ് നമുക്കിത് കൊണ്ടുപോയി നടക്കാൻ പറ്റും. 3.3 ലിറ്റർ BS6 എഞ്ചിൻ വരുന്ന ട്രക്കിന് ഡ്രൈവിംഗ് കൂടുതൽ സുഖകരമാക്കാൻ ലൈറ്റ്, ഹെവി എന്നിങ്ങനെ 2 മോഡുകൾ ടാറ്റ അവതരിപ്പിച്ചിട്ടുണ്ട്. ലൈറ്റ് മോഡിൽ 2600 RPMൽ 125 PS കരുത്തും 400 Nm ടോർക്കും നൽകുമ്പോൾ ഹെവി മോഡിൽ 2600 RPMൽ 160 PS കരുത്തും 475 Nm ടോർക്കുമാണ് വാഹനം നൽകുന്നത്. വിശാലമായ വാക്ക് ത്രൂ LPT ക്യാബിനായതിനാൽ ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഒരു സുഖകരമായ യാത്ര ലഭിക്കുന്നു. ഒപ്പം ക്രൂസ് കൺട്രോൾ, ഗിയർ ഷിഫ്റ്റ് അഡ്വൈസർ, ഡ്യുവൽ മോഡ് സ്വിച്ച്, എയർ സസ്പെൻഷൻ സീറ്റുകൾ തുടങ്ങി നിരവധി ഫീച്ചറുകളും വാഹനത്തിൽ വരുന്നുണ്ട്. ഡ്രൈവർക്ക് ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി ഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ D+2 ക്യാബിൻ കപ്പാസിറ്റിയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ വണ്ടിക്ക് വാറണ്ടി വരുന്നത് 3 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷമാണ് വണ്ടിയുടെ ഡ്രൈവ് ലൈൻ വാറണ്ടി വരുന്നത്. നമുക്ക് ഈ വാഹനം 4 വീൽ ബേസ് ഓപ്ഷൻസിൽ അവൈലബിൾ ആണ്. 17 ഫീറ്റ്, 20 ഫീറ്റ്, 22 ഫീറ്റ്, 24 ഫീറ്റ്. ഇതിൽ ഹൈടെക്കിലും ക്യാബിൻ ചേസിലും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ ടയർ സൈസ് വരുന്നത് 8.4 20 ടയർ സൈസാണ് വരുന്നത്. അതിൽ റേഡിയൽ ട്യൂബുള്ള ടയറുകളായിരിക്കും നമുക്കിതിൽ വരുന്നത്.